ശ്രീകൃഷ്ണ ജ്യോതിശാലയത്തേക്ക് അവർക്കും സ്വാഗതം. ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്രക്കാർക്ക് 8, 9, 10, 11 എന്നീ തീയതികൾ വളരെ ശുഭകരമായിട്ടുള്ള ദിവസങ്ങളായിട്ടാണ് കാണുന്നത്. പ്രശ്നവശാലും നക്ഷത്രവശാലും ചിന്തിച്ചു നോക്കിയപ്പോൾ ഇവർക്ക് അന്നേ ദിവസം ഭാഗ്യ കൂടുതലുകൾ കാണുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഭാഗ്യവശാൽ ധനം വന്ന് ചേരുവാനും ഉള്ള സാധ്യത കാണുന്നുണ്ട്. യഥാക്രമമായിട്ട് വരുന്ന സ്ഥിതിക്ക് ഇവർക്ക് വ്യാഴം പൊതുവെ അനുകൂല സ്ഥിതിയിലല്ല എന്നുള്ളത് അറിയാം. 6ാം ഭാവത്തിലാണ് വ്യാഴത്തിൻ്റെ സ്ഥിതി. അപ്പോൾ കടബാധ്യത സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ഒരുപാട് തടസ്സങ്ങളും സൃഷ്ടിക്കുന്ന ഒരു സമയം കൂടിയാണ്. എന്നിരുന്നാലും ഈ തീയതികൾ ഇവർക്ക് വളരെ പ്രയോജനപ്പെടുന്ന ദിവസമായിട്ടാണ് കണക്കാക്കുന്നത്. കൊടുക്കൽ വാങ്ങലുകൾ എന്നിവയ്ക്ക് ഉത്തമമായിട്ട് വരുന്നുണ്ട്. അതുപോലെ ധനം വരാനുള്ളതെല്ലാം വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഉദ്ദിഷ്ട യാത്രകളും ഉദ്ദിഷ്ട കാര്യങ്ങളും യാത്രാമൂലം സംഭവിക്കുന്നതാണ്. അത് നല്ല ഒരു സൂചനയായിട്ട് തന്നെ കണക്കാക്കാം. വിദേശ സംബന്ധമായിട്ടുള്ള ജോലികൾക്ക്, പഠനങ്ങൾക്ക്, ബിസിനസ്സുകൾക്ക്, അതുപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യുന്നവർക്കും ഇമ്പോർട്ട് ചെയ്യുന്നവർക്കും ഈ ദിവസങ്ങൾ വളരെ അനുകൂലപരമായിട്ടുള്ള ദിവസങ്ങളാണ് എന്ന് പറയുന്നത്. അതുപോലെ പ്രതീക്ഷിച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഇന്നേ ദിവസം നടക്കാനുള്ള സാധ്യതയുണ്ട്. നല്ല ശുഭ വാർത്തകൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. മനസ്സിന് സുഖം തരുന്ന പല വിഷയങ്ങളും കടന്നു പോകുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഇത്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പ്രത്യേകതരമായിട്ടുള്ള ദിവസം തന്നെയാണ് ഈ തീയതികൾ എന്ന് പറയാം. അതായത് ഉദ്ദിഷ്ട കാര്യം നടക്കാനുള്ള സാധ്യത. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അന്നേ ദിവസം നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് പോകാനായിട്ട് തുനിഞ്ഞിരിക്കുകയാണ് എന്ന് വെച്ച് പറഞ്ഞാൽ ആ കാര്യം നടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അത് നടന്നിരിക്കും എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ആ നടക്കുന്ന കാര്യം നടന്നു കഴിഞ്ഞാൽ മനസ്സിന് സുഖം കിട്ടും എന്നതിൽ യാതൊരു സംശയമില്ല. അത് യഥാവിധി പോലെ അങ്ങനെയാണല്ലോ. എന്നിരുന്നാലും ഇവർക്ക് വിവാഹ സംബന്ധമായിട്ടുള്ള ആലോചനകളെല്ലാം അല്ലെങ്കിൽ അന്വേഷിക്കുന്നതെല്ലാം വളരെ തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ വിവാഹ അന്വേഷണത്തിനായിട്ട് ഇറങ്ങുന്നവരും ഈ സമയം തിരഞ്ഞെടുക്കാവുന്ന ഈ തീയതികൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. അതുപോലെ തൊഴിൽ അന്വേഷിച്ചിരിക്കുന്നവർക്ക് തൊഴിൽ നേടുവാനുള്ള സമയം, അല്ലെങ്കിൽ അത് അന്വേഷിച്ച് പോകാനുള്ള സമയം, ഇൻ്റർവ്യൂകളിൽ പങ്കെടുക്കുവാനുള്ള സമയം. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും തൊഴിലിന് അന്വേഷിക്കാൻ പോകണം എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ അതൊരു നല്ല സമയമല്ലെങ്കിൽ, ദോഷ സമയമാണെങ്കിൽ അത് നമ്മൾക്ക് കാര്യസാധ്യത എന്ന് വരില്ല. പക്ഷേ അത് കിട്ടാൻ ഏകദേശം സാധ്യത ഉണ്ടെങ്കിൽ പോലും ചില ദിവസങ്ങളിൽ തടസ്സം വന്നു വരുവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം അങ്ങനെയല്ല. നമ്മൾ പോയി ചോദിക്കുന്ന അവസ്ഥയ്ക്ക് എന്തായാലും അത് നടക്കില്ല എന്ന് പറയാനുള്ള സാധ്യതയില്ല എന്ന് തന്നെ പറയാം. അതുപോലെ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും റിസൾട്ട് വരുവാനുണ്ടെങ്കിൽ ആ റിസൾട്ട് അനുകൂല സംബന്ധമായിട്ടുള്ളതായിരിക്കും, പോസിറ്റീവായിരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ഈ ദിവസം നന്നായി കാണാം. അതുപോലെ പലവിധ വസ്ത്രങ്ങളോ അല്ലെങ്കിൽ വീട്ടുപകരണങ്ങളോ അല്ലെങ്കിൽ വാഹന സംബന്ധമായിട്ടുള്ളതോ ഒക്കെ വരുവാനുള്ള സാധ്യത ഈ ദിവസം കാണുന്നുണ്ട്. അതുപോലെ ബന്ധു സമൂഹങ്ങൾ, വീടുകൾ സന്ദർശിക്കുവാനുള്ള സാധ്യത, അതുമൂലം മനസ്സിന് സുഖം കിട്ടുവാനുള്ള സാധ്യത, പിണങ്ങിയവർ തമ്മിൽ ഇണങ്ങാനുള്ള സാധ്യതകൾ, കിട്ടാക്കടം കിട്ടുവാനുള്ള സാധ്യതകൾ, ഒരുപാട് മോഹങ്ങളുമായി എന്തെങ്കിലും കാര്യത്തിന് കൊണ്ട് നടക്കുന്നവർക്ക് ഉദ്ദിഷ്ട കാര്യ പാരിശുദ്ധി ഉണ്ടാവുന്ന ഒരു സമയം കൂടിയായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ടെൻഷൻ കൂടുതലായിട്ടുള്ളവർക്കെല്ലാം ഈ സമയം ഉചിതമായിരിക്കും. നല്ല ഉറക്കം കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. ചിലവർക്കെല്ലാം ചിലപ്പോൾ മാനസികപരമായിട്ടുള്ള ചിന്തകൾ മൂലം രാത്രി ഉറക്കം നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട് ചില ദിവസങ്ങളിൽ. പക്ഷേ ഈ ദിവസങ്ങളിൽ സുഖമായിട്ടുള്ള ഉറക്കം കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ അഥവാ ഉറങ്ങിയില്ലെങ്കിൽ പോലും മനസ്സിന് ടെൻഷൻ വരാത്ത ഒരു സമയം കൂടിയാണ് ഇത്.
അതുപോലെ ശുഭ വാർത്തകളും ഭൂമി സംബന്ധമായിട്ടുള്ള വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അതിനും പറ്റിയ സമയമാണ് ഈ ദിവസങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഇലക്ട്രോണിക് ഉപകരണമായിട്ടുള്ള കമ്പ്യൂട്ടർ, മൊബൈൽ സാധനങ്ങൾ എന്നിവ ഉപയോഗിക്കാനും വാങ്ങുവാനും പുതിയതായിട്ട് വാങ്ങുവാനും പറ്റിയ ദിവസമാണ്. ഈ സമയത്ത് വാങ്ങിക്കുന്ന സാധനങ്ങൾ ഒന്നും പാഴായി പോവില്ല എന്നുള്ളതാണ് പറയുന്നത്. അത് ലൈഫ് കിട്ടും എന്നാണ് പറയുന്നത്. ലൈഫ് കിട്ടും എന്ന് വെച്ച് പറഞ്ഞാൽ കിട്ടും. അതേ സമയത്ത് ഒരു പൊട്ട ദിവസം അല്ലെങ്കിൽ നമുക്ക് ചീത്ത ദിവസമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന സാധനത്തിന് കേടുപാടുകൾ പറ്റുക അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിക്കുക എന്നിവയൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് തന്നെ വന്നിട്ട് വാഹനം ഓടിച്ച് കൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ ചില ദിവസങ്ങളിൽ ചില ശുഭ സമയങ്ങളിൽ അല്ലാത്ത സമയത്ത് മാനസിക പ്രശ്നങ്ങളോ വണ്ടി തട്ടലും മുട്ടലുകളൊക്കെ ഉണ്ടാകാനുള്ള സമയമുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ തട്ടിയാലും വലിയൊരു പ്രശ്നം വരില്ല എന്നുള്ള പറയുന്നത്. അതായത് വരേണ്ടത് വഴി തങ്ങില്ല എന്ന് പറയാറുണ്ട്. പക്ഷെ വരേണ്ടത് വരും. പക്ഷേ ഈ ദിവസങ്ങളിലാണെങ്കിൽ ആ വരവ് കുറഞ്ഞിരിക്കും, അതിൻ്റെ ശക്തി കുറഞ്ഞിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു 8, 9, 10, 11 ഈ ദിവസങ്ങൾ ഉചിതമാണ് എന്ന് പറഞ്ഞിട്ടും വണ്ടികൾ മുട്ടിയല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയല്ലോ എന്ന് ചിന്തിക്കുന്നതാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ എന്തോ വരാതിരുന്നതായിരുന്നു എന്ന് ചിന്തിക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് ഈ ദിവസങ്ങൾ പറയുന്നത്. പക്ഷെ അങ്ങനെ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നിരുന്നാലും വന്നു കഴിഞ്ഞാൽ അത് സോൾവായി പോകുന്ന ഒരവസ്ഥയാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് പിന്നീട് അത് സംഭവിക്കുന്നതാണ്. അതായത് ഈ തട്ടലോ മുട്ടലോ ഉണ്ടെങ്കിൽ പിന്നീട് സംഭവിക്കുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ വീഴ്ചകൾ, അതിനെ പറ്റിയിട്ടുള്ള ആശങ്കകൾ. ഒരു എക്സ്റേ എടുക്കാൻ പറയുന്നു, പെട്ടെന്ന് എക്സ്റേയിൽ എല്ല് പൊട്ടിയിട്ടുണ്ട്, പ്ലാസ്റ്റർ ഇടണം എന്ന് പറയുന്നു. ചിലപ്പോൾ നമ്മുടെ നെഞ്ചുവേദനയായിട്ടായിരിക്കും പോണത്, പെട്ടെന്ന് ECG എടുക്കാൻ പറയുന്നു, വേരിയേഷൻ കാണുന്നു, ഹോസ്പിറ്റലിൽ വാസം വരുന്നു. അങ്ങനെയൊക്കെയുള്ള ഈ ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ അതങ്ങനെ സംഭവിക്കില്ല എന്ന് മാത്രമല്ല അതിൻ്റെ ഈ കാഠിന്യം കുറഞ്ഞിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ദിവസങ്ങൾ ഈ ഉത്രാടം, തിരുവോണം, അവിട്ടം എന്ന നക്ഷത്രക്കാർക്ക് വളരെ ഉചിതപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് നല്ല വാർത്തകളും ശുഭവാർത്തകളും അതുപോലെ തന്നെ സിനിമാ മേഖലയിലുള്ളവർക്ക് എന്തെങ്കിലും പുതിയ അവസരങ്ങൾ തേടാനുണ്ടെങ്കിൽ ഈ സമയം ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യത്തിനും ഇത് ഉപകരിക്കുന്ന ഒരു സമയം കൂടിയാണ് എന്നുള്ളത് പ്രത്യേകം പറയണം. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈ ഡേറ്റുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് കൊടുക്കൽ വാങ്ങലുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും എഴുത്ത് പണികൾ, രജിസ്ട്രേഷൻ, വാഹന രജിസ്ട്രേഷൻ ആയിക്കോട്ടെ, ഭൂമി രജിസ്ട്രേഷൻ, എന്ത് രജിസ്ട്രേഷൻ ഉണ്ട് അതൊക്കെ നടത്താൻ പറ്റിയ ഒരു ദിവസമാണ്. എഗ്രിമെൻറ്റുകളിൽ ഒപ്പിടാനുള്ള സമയം നല്ല സമയമാണ്. ആർക്കെങ്കിലും സഹായിക്കണമെന്നുണ്ടെങ്കിൽ അത് നല്ല സമയമാണ്. അങ്ങനെയുള്ള ദിവസങ്ങളാണ് 8, 9, 10, 11 ദിവസങ്ങൾ വളരെ ഉചിതപരമായിട്ടുള്ള. നമസ്കാരം.